അങ്ങനെ ഈവനിങ് ഒന്ന് കളർഫുള്ളാക്കാനായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നേരെ വെച്ച് പിടിച്ച തൃശ്ശൂർക്കാണ്. അപ്പോൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നു തൃശ്ശൂർ റൗണ്ടിൽ വന്ന് അല്ലെങ്കിൽ വടക്കുന്നാഥൻ്റെ മണ്ണിൽ വന്ന് കുറച്ച് നേരം ഇരിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യവശാൽ അത് ഇന്ന് സാധിച്ചു. വന്നു, നടന്നു, കുറച്ച് നേരം ഇരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവായി കിട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഭഗവാന്റെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ തറയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം നടന്നു, ഞാനതൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു മൂഡ് തോന്നി. അങ്ങനെ നമ്മുടെ അമൂലിൻ്റെ ഐസ്ക്രീം അവിടെ എപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഈ അമൂലാണ് അധികം കാണാറുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പോയി നേരെ ഒരെണ്ണം വാങ്ങി കഴിച്ചു. അപ്പോൾ നമ്മുടെ പുന്നൂസിനോട് അച്ഛൻ ഐസ്ക്രീം ചോദിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ പുന്നൂസ് അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നപ്പോൾ ഒരു മന്തി കഴിക്കാനുള്ളൊരു മൂടുണ്ടായിരുന്നു. പോരുമ്പോൾ അപ്പോൾ റൂഹി മന്തി കണ്ടു, നേരെ കയറി. അപ്പോൾ റീൽസിലൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു റൂഹി മന്തി. അപ്പോൾ ഒരു ആവറേജ് ഫുഡ് ആയിട്ടാണ് എനിക്കെന്നല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫീൽ ചെയ്തത്. നമ്മുടെ ബുന്നൂസിന് ബിരിയാണി റൈസാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളതും കഴിച്ചു, ഞങ്ങളിതും കഴിച്ചു. വേറെ കുറേ സെറ്റായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൈസ്. അപ്പോൾ നമ്മുടെ വീട് ഇത്ര ഉള്ളൂ. നേരെ വീട്ടിൽ വന്നു, കിടന്നു, ഉറങ്ങി, അത്ര ഉള്ളൂടാ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ദിവസമായിട്ട് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ്.